നിങ്ങൾ നോക്കി നിൽക്കാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചത് കണ്ടില്ലേ? സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചവന്റെ കൈ വെട്ടണം. ദേവസേനേ, എന്താ നിനക്ക് തെറ്റ്? സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചവന്റെ കൈയല്ല വെട്ടേണ്ടത്, പിന്നെ വെട്ടേണ്ടത് അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വെട്ടി, ഞാൻ എന്നാലും വെട്ടി, ഞാൻ വെട്ടിക്കളയും. എന്നിപ്പൊ പോയി വെട്ട്. പിന്നെ ഇപ്പൊ പോയി വെട്ടിക്കാനല്ലേ അവര് നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതുപോലെ തിന്നാൻ പറ്റുമോ? അവര് വരുന്നുണ്ട്, മിണ്ട അങ്ങോട്ട് ഇവിടെ ഇരുന്നോണം. ദാദാ, ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ നല്ല രുചിയുള്ള ഭക്ഷണം എല്ലാരും എടുത്ത് കഴിക്കുകയും വായോ. ബാഹുബലി, ദേ നമ്മുടെ ചിക്കൻ കാലി ഈച്ച. ഈ ബാഹുബലിയുടെ ചിക്കൻ കാലി കയറി ഈച്ച ഞാനിന്നൊരു പാഠം പഠിപ്പിക്കും. രാജമാത ശിവകാമിയുടെ സത്യം, ഈ ഈച്ച കിട്ടിയ പാഠം അങ്ങോട്ട് പഠിപ്പിക്കും. ആ ഫോൺ എന്തിയെ? ഹലോ രാജമൗലി, നിങ്ങളെ 100 കോടി ക്ലബിൽ കയറി ഒരു ഈച്ച എന്ന് പറഞ്ഞ കഥാപാത്രം, അതുകൊണ്ട് ഈ 100 രൂപ കാലകഴിഞ്ഞ് ചിക്കൻ അത് കയറിയിട്ടുണ്ട്. അതിന് വല്ല പേയ്മെന്റ് എല്ലാം കൊടുക്കാറുണ്ടെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ഈച്ച തല്ലിക്കൊന്ന് പൂച്ചക്കിട്ട് കൊടുക്കും. പുള്ളി എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കുന്ന എനിക്ക് തോന്നില്ല. ഞാൻ തന്നെ ഒരു ഈച്ചക്ക് തീരുമാനം എടുത്തോളാം. എടാ ഈച്ച, ബാക്കി നാളെ പത്രത്തിൽ വെച്ചാൽ മതി. എന്ത്? രാജമൗലിയുടെ 100 കോടി ക്ലബിൽ കയറി ഈറ്റേന കഥാപാത്രത്തിനെ ബാഹുബലി തല്ലിക്കൊന്നു. ഈ കയ്യിൽ എനിക്ക് തയമ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായായിരുന്നു ബാഹുബലിനെ കൊണ്ട് ഇത് സാധിക്കും. അത് നീ കയ്യിലല്ലേ, ആക്കിയില്ലേ? എനിക്കറിയായിരുന്നു ഈ തഴമ്പ് കണ്ടപ്പേ ബാഹുബലിനെ കൊണ്ട് ഇത് സാധിക്കും. അതെ, സാധിച്ചു. നോക്ക് മനുഷ്യൻ, നോക്ക്. ഇതിനെ പയം പോലെ നിൽക്കാതെ. എന്ത് ഒരു ഈച്ചനെ കൊന്നതാ? നമ്മൾക്ക് ഈ വടിയില്ലാണ്ട് അതൊക്കെ സാധിക്കും കേട്ടാ. നിങ്ങള് ഭക്ഷണം കഴിക്കി. ബാഹുബലി, എനിക്ക് സ്പൂണും കൊണ്ട് കഴിക്കാൻ അറിയില്ല. എന്നാ ദേവസേന ഞാൻ പഠിപ്പിക്കാം. പഠിപ്പിക്കേ. ഇടത്തെ കൈ കൊണ്ട് സ്പൂൺ എടുത്ത് വലത്തെ കൈ കൊണ്ട് ചിക്കൻ എടുത്ത് കഴിക്കണ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇത് എന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നണില്ല. പിന്നെ വീട്ടിൽ പഴങ്ങിനെ കഴിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞു. അല്ല ബാഹുബലി, നിക്കണേ, കാലികന്റെ കൈ വെട്ട്. ആര് ഈ ചിക്കന്റെ കാര്യം വെട്ടത്? എന്നിട്ട് കാലികന്റെ കൈ വെട്ടാം. ബാഹുബലി, നിന്നെ ഞാൻ ഒരിക്കലും കട്ടപ്പൊക്കെ വിട്ടു കൊടുക്കൂല. എടി ദേവസേന, എന്തൊരു നിനക്ക്